അങ്ങനെ നമ്മൾ ഈ യാത്രയുടെ പ്രധാന ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ന്യൂസിലാൻഡ് എന്ന കൊച്ചു രാജ്യത്തിന്റെ ഏറ്റവും വടക്കേ അറ്റം, റോഡുകൾ തീരുന്നയിടം കേപ്പ് റിയങ്ക. ഓക്ലാൻഡ് നഗരവും ന്യൂസിലാൻഡിന്റെ ആദ്യ തലസ്ഥാനമായ റസലും ചരിത്രമുറങ്ങുന്ന വൈറ്റാങ്കിയും കടന്നാണ് ഞങ്ങൾ ഇവിടെ എത്തുന്നത്. ആ വീഡിയോകൾ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ കേപ്പ് റിയങ്ക കണ്ട ശേഷം അതെല്ലാം കൂടെ കാണണേ. കൂടാതെ ഇതുവരെയും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഓടിപ്പോയി സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. തൊട്ടടുത്തുള്ള ബെൽ ബട്ടണും കൂടി അമർത്തിയാൽ ഞങ്ങളുടെ അടിപൊളി വീഡിയോസ് ഞങ്ങൾ ഇടുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കും. അങ്ങനെ നമ്മൾ ന്യൂസിലാൻഡിൻ്റെ സ്റ്റേറ്റ് ഹൈവേ 1 യാത്ര ചെയ്യുകയാണ്. ന്യൂസിലാൻഡിൻ്റെ സൗത്ത് ഐലൻഡിൻ്റെ ഏറ്റവും തെക്കേ അറ്റമായ ബ്ലഫ് മുതൽ നോർത്ത് ഐലൻഡിൻ്റെ വടക്കേ അറ്റമായ കേപ്പ് റിംഗ വരെ രാജ്യത്തെ നെടുകെ ബന്ധിപ്പിക്കുന്ന റോഡാണ് ഈ സ്റ്റേറ്റ് ഹൈവേ 1. ഈ യാത്രയോടുകൂടി ഈ റോഡ് മുഴുവൻ ഞങ്ങൾ സഞ്ചരിച്ചിരിക്കുകയാണ്. അതായത് ന്യൂസിലാൻഡിൻ്റെ താഴത്തെ അറ്റം മുതൽ മുകളിലെ അറ്റം വരെ. വളരെയധികം സന്തോഷം തോന്നുന്ന നിമിഷമാണിത്. പ്രീ വ്ലോഗ് മേക്കപ്പ് ഡൺ ബൈ സ്വാതി. അങ്ങനെ ഞങ്ങളിപ്പോ പൈഹിന്ന് കേപ്പ് റിയങ്ക പൊക്കോണ്ടിരിക്കുകയാണ്. അപ്പൊ പോകുന്ന വഴിക്ക് ഒരു കിടിലൻ വ്യൂ കണ്ടിട്ട് ഞങ്ങൾക്ക് നിർത്താണ്ട് പോവാൻ തോന്നിയില്ല. നിങ്ങളിത് കണ്ടു നോക്കിയേ, എന്ത് ഭംഗിയല്ലേ. അങ്ങ് നോക്കിക്കഴിഞ്ഞാൽ കുറെ വൈറ്റ് സാൻഡ് ഉള്ള ബീച്ച് ഉണ്ട്. അത് ഇവിടെ ന്യൂസിലാൻഡിലെ വൈറ്റ് സാൻഡ് ഭയങ്കര റെയർ ആണ്. അത് നല്ല ബ്യൂട്ടിഫുൾ വ്യൂ, നല്ലൊരു വാലി പ്ലസ് ബീച്ച്, വൈറ്റ് സാൻഡ് എല്ലാം കൂടെ വന്നിട്ട് കിടിലൻ വ്യൂ. അങ്ങനെ ഫൈനലി ഞങ്ങള് കേപ്പ് റിയങ്ക എത്തിയിരിക്കുകയാണ്. ഇനി കാർ പാർക്കാണ് ഞങ്ങളുള്ളത്. സൂപ്പർ ഡ്രൈവറാണ്, അടിപൊളി ഡ്രൈവറാണ്. പക്ഷെ ഞങ്ങൾ ഇവിടെ നേരത്തെ ലൈറ്റ് പൊണ്ണും എത്തേണ്ട കാരണം ഞങ്ങൾ പിടിവിട്ട് പോയി വന്നു. നമുക്ക് തിരിച്ചു പോകുമ്പോൾ സമയമുണ്ടെങ്കിൽ നമുക്ക് ബാക്കി സ്ഥലങ്ങളെ കാണാം. ഇനി ഇവിടെ ഒരു ലൈറ്റ് ഹൗസ് ഉണ്ട്, നമ്മൾ അതിന്റെ അടുത്ത്, അതാണ് ഏറ്റവും ടിപ്പ് പോയിന്റ്. അങ്ങോട്ടേക്ക് ഒരു 10 മിനിറ്റ് വാക്ക് ഉണ്ട്. അപ്പൊ വാക്ക് ഇത് ഇവിടെ സ്റ്റാർട്ട് ചെയ്യണത് നോക്കി. ഈ കവാടം ഇതിൽ കൂടെയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിവിടെ എല്ലാം മറ്റേ ഫെസിലിറ്റിയും ഉണ്ടല്ലോ, എല്ലാം നല്ല രസമായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇവിടെ വർഷത്തിൽ 1,20,000 അപ്രോക്സിമേറ്റ്ലി അത്ര ആൾക്കാർ വരുന്ന ഒരു സ്പോട്ടാണിത്. ശരിക്കും പറഞ്ഞാൽ ഇത് യുനെസ്കോയുടെ ടെന്റേറ്റീവ് ലിസ്റ്റിലുള്ള സ്ഥലമാണ്. അതായത് സ്പോട്ട് ആവാനായിട്ട് ഇരിക്കുന്ന ലിസ്റ്റാണ്, അതിൽ പെട്ട സ്ഥലമാണ്. അപ്പൊ എന്നാലും ഞങ്ങളെ കുറെ നാളത്തെ ഒരു സംഭവമായിരുന്നു. കാരണം നമ്മൾ ആദ്യം പറഞ്ഞ പോലെ ഞങ്ങൾ താഴെ മുതൽ ഓക്ലാൻഡ് വരെ ഞങ്ങൾ വണ്ടി ഓടിച്ചിട്ടുണ്ടായി. പലപ്പോഴും എല്ലായിടത്തും പോയിട്ടുണ്ട്. ആകിന് വരാണ്ടായിരുന്നു ഓക്ലാൻഡ് മുകളിലേക്ക് നമ്മുടെ ഈ കേപ്പ് റിയങ്ക ഭാഗത്തേക്കാണ് വരാണ്ടായിരുന്നത്. ഇപ്പൊ അതും റെഡിയായി. ഇപ്പോൾ ഓൾ ന്യൂസിലാൻഡ് കവർ ചെയ്തിരിക്കുകയാണ്. നിർത്തിയിട്ട് നമുക്കിനി കാഴ്ച കാണാം. ക്ലിഫ്, ഓ വാവ്. കൊല്ലിഞ്ഞ് അങ്ങനെ നമ്മളിപ്പോ ന്യൂസിലൻഡിലെ ഏറ്റവും നോർത്തേൺ ടിപ്പിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ കാണുന്നതാണ് നമ്മുടെ നോർത്തേൺ ടിപ്പിലുള്ള ലൈറ്റ് ഹൗസ്, കേപ്പ് റിയങ്ക ലൈറ്റ് ഹൗസ്. പിന്നെ ഇതിന്റെ വേറെ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മുടെ 2 കടലുകൾ ജോയിന്റ് ചെയ്യുന്ന സ്ഥലമാണ്. അതൊരു പ്രത്യേകത കേട്ടോ. നമ്മുടെ
പസഫിക് സമുദ്രവും ടാസ്മാനിയൻ സീയും. ടാസ്മാൻ സീയും അല്ലേ? അത് അന്റാർട്ടിക് സമുദ്രമാണ്. അല്ല, ടാസ്മാനിയൻ സീയും പസഫിക് സമുദ്രവും. രണ്ട് സമുദ്രങ്ങൾ തമ്മിൽ ചേർന്ന സ്ഥലമാണ്. ശരിക്കും പറഞ്ഞാൽ ആ ലൈറ്റ് ഹൗസിന്റെ മുകളിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ രണ്ട് കടലുകൾ തമ്മിലുള്ള ഈ തിരകൾ വന്നിട്ടുള്ള ആ ക്ലാഷിംഗ് ഇല്ലേ, രണ്ട് ഡിഫറെന്റ് കളറും ആണെന്ന് തോന്നുന്നു. ആ ഒരു ക്ലാഷിംഗ് നമുക്ക് കറക്റ്റ് ആയിട്ട് കാണാൻ പറ്റും. ആ വേവ്സിന്റെ ക്ലാഷിംഗ് ശരിക്കും കാണാൻ പറ്റും അതിന്റെ മുകളിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ. പിന്നെ വേറൊരു കാര്യമുണ്ട്, ടെക്നിക്കലി പറഞ്ഞു കഴിഞ്ഞാൽ ഇതല്ല ഏറ്റവും നോർത്തേൺ പോയിന്റ്. ഇവിടുന്ന് 3 കിലോമീറ്ററോട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഒരു ക്ലിഫ് ഉണ്ട്. അതാണ് ശരിക്കും പറഞ്ഞാൽ ഏറ്റവും ടോപ്പ് പോയിന്റ്. അത് പക്ഷെ പബ്ലിക്കിന് ഓപ്പൺ അല്ല, ഒരു സയന്റിഫിക് റിസർച്ച് സ്ഥലമാണ്. നമുക്ക് ആക്സസ് ഇല്ല. ഏറ്റവും ടോപ്പുള്ള സ്ഥലമാണ്. റോഡ് ഇവിടെ എൻഡ് ചെയ്യാണ്. അപ്പൊ നമുക്ക് ഇങ്ങോട്ട് പോവാം. കാർ പാർക്ക് മുതൽ ലൈറ്റ് ഹൗസ് വരെയുള്ള നടപ്പാത വളരെ മികച്ച രീതിയിലാണ് ഒരുക്കിയിട്ടുള്ളത്. മലഞ്ചെരുവിലൂടെ തീരത്തിൻ്റെ ഭംഗി മുഴുവൻ ആസ്വദിച്ച് ഒരു നടത്തം. ഇറക്കമാണ്. മഴയുള്ളപ്പോൾ തെന്നാതിരിക്കാൻ പരുപരത്ത പ്രതലമാണ്. നീല നിറത്തിലുള്ള കടലിൽ നിന്നും ന്യൂസിലാൻഡ് ഉയർന്നു വന്ന് നിൽക്കുന്നത് പോലെ തോന്നും. ഇവിടുത്തെ കാലാവസ്ഥയും പ്രത്യേകതയുള്ളതാണ്. ന്യൂസിലാൻഡിലെ മറ്റു ഭാഗങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി നോർത്ത് ഋതുക്കൾ തമ്മിലുള്ള വ്യത്യാസം വളരെ കുറവാണ്. എപ്പോഴും ഏകദേശം ഒരേ കാലാവസ്ഥയാണെന്ന് പറയാം. ന്യൂസിലാൻഡിലെ ആദിമ ഗോത്രവർഗമായ മാവോരികളുടെ ഭാഷയിൽ കേപ്രിയങ്കയുടെ പേര് തേററങ്ങ വായിരുവ എന്നാണ്. ആത്മാക്കൾ വിട പറയുന്ന സ്ഥലം എന്നാണ് അതിനർത്ഥം. മാവോരികളുടെ വിശ്വാസപ്രകാരം മരണശേഷം ആത്മാക്കൾ കേപ്രിയങ്ക വരെ സഞ്ചരിച്ച് ഇവിടെയുള്ള പൊഹട്ടിക്കാവ എന്നൊരു പഴയ മരത്തിന്റെ വേരിൽ പിടിച്ചിറങ്ങി അവർ ഹവായിറ്റി എന്ന മാവോരി സ്വർഗത്തിൽ എത്തിച്ചേരും. മാവോരികളുടെ ഒരു പുണ്യസ്ഥലം കൂടിയാണ് കേപ്രിയങ്ക. ഇത് കേപ്രിയങ്ക ലൈറ്റ് ഹൗസിൻ്റെ അടുത്ത് സ്ഥാപിച്ചിട്ടുള്ള ഒരു ചൂണ്ടുപലകയാണ്. ഇതിൽ നമുക്ക് ലണ്ടനിലേക്കും ടോക്കിയോയിലേക്കും ലോസ് ഏഞ്ചൽസിലേക്കുമൊക്കെയുള്ള ദിശ കാണാൻ സാധിക്കും. ഇതുപോലെ തന്നെ ഒരു ചൂണ്ടുപലക ന്യൂസിലാൻഡിൻ്റെ തെക്കേ അറ്റത്തുള്ള ബ്ലഫിലും സ്ഥാപിച്ചിട്ടുണ്ട്. ഈ സന്ധ്യാസമയത്ത് ഇവിടെ വരാനും ഈ പ്രകൃതി ആസ്വദിക്കാനും സാധിച്ചത് ഒരു വലിയ കാര്യമായി തന്നെ ഞങ്ങൾ കരുതുന്നു. നിങ്ങൾക്കും ഇതൊക്കെ ഇഷ്ടപ്പെട്ടെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. നമ്മളെല്ലാം നോക്കണേ, നമ്മളെ കളിയല്ലേ. എത്ര? 28.
Yes, not much up here. Up to the right side. Yes, All of you. Yeah. So the last 4 snakes as well. So Ah, cool. That's fantastic. Last 4 seconds. how would you like them? Rare, medium rare, medium. For me, Medium? Medium? Okay, we'll do it individually. Yeah, okay. അങ്ങനെ ഞങ്ങൾ വിശന്ന് പൊരിഞ്ഞ് മറ്റേ അവിടെ നിന്ന് ഇറങ്ങി പോയി. അപ്പോൾ എല്ലാ കടകളും ഇറങ്ങി. ഇവിടെ കടയൊന്നുമില്ല. നമ്മൾ നോർത്ത് കുറച്ച് നേരം വിട്ട് കഴിഞ്ഞാൽ പിന്നെ കടകളോ ഒന്നും സാധനങ്ങളും ഇല്ല. അപ്പോൾ ഞങ്ങളിങ്ങനെ വിശന്ന് പൊരിഞ്ഞ് ഇങ്ങനെ വരുമായിരുന്നു. പെട്ടെന്ന് ഒരു കട കണ്ടു. അവിടെ നിർത്തി. അവിടെ നിർത്തിയപ്പോഴത്തേക്ക് അവിടെ കിച്ചൺ അടച്ചു പോയി. അപ്പോൾ കിച്ചൺ അടച്ചു പോയി കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു കുറച്ച് നേരം മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ ഒരു ക്ലബ്ബുണ്ട്. അതെ, ഒരു ക്ലബ്ബുണ്ട്. ഈ ബിഗ് ഗെയിം ആൻഡ് ഫിഷിംഗ് ക്ലബ്ബ്. ഇപ്പോൾ ഇവിടുത്തെ ലോക്കൽസ് പറഞ്ഞ ക്ലബ്ബാണെന്ന് എനിക്ക് പറയണോ. അപ്പോൾ അത് ഇപ്പോൾ ഓപ്പൺ ആയിരിക്കും. 11 മണിക്ക് അടയ്ക്കുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് വന്നു. ഇവിടെ ഈ ഒരു ഒന്നുമില്ലാത്ത ഏരിയ, ചുമ്മാ കുറച്ച് വീടുകളിലേക്കുള്ള ഏരിയ എന്ന് തോന്നുന്നു. പക്ഷെ ആ ഏരിയയിലുള്ള സകല ആൾക്കാരും ഇവിടെ ഉണ്ട്. ഇവിടെ എന്താ റഗ്ബി ഗെയിം നടക്കുക. അപ്പോൾ റഗ്ബി ഗെയിം ആ ക്ലബിലുള്ള മെമ്പേഴ്സ് എല്ലാവരും ഇവിടെ വന്നിരുന്ന് മറ്റേ ബീറൊക്കെ കുടിച്ച് മറ്റേ ചിപ്സ് തിന്ന് ആ ഗെയിം കണ്ടോണ്ടിരിക്കാണ്. ഫുൾ ആൾക്കാർ ഫുൾ ടൗൺ ഇവിടെ ഉണ്ടെന്ന് തോന്നുന്നത്. നല്ല കിടലാണ്. ഇവിടുത്തെ ആൾക്കാർക്ക് അതായത് കുറച്ച് വീടുകളേ ഉള്ളൂ, അതിലുള്ള എല്ലാവരും ഇവിടെ ഉണ്ടെന്ന് തോന്നുന്നു കണ്ടിട്ട്. കാറുകൾ ഇഷ്ടപ്പെടും. ഞങ്ങളോട് ഈ ഇത്രയും കുഞ്ഞു സ്ഥലത്ത് ഇത്രയും കാറുകൾ ഒന്നൊക്കെ ഓർത്തു. എല്ലാവരും ഉണ്ട് ഇവിടെ. പിന്നെ ഞങ്ങള് ഫുഡ് ഓർഡർ ചെയ്തു കേട്ടോ. ഞങ്ങള് സ്റ്റേക്കും ചിപ്സും ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇവിടുത്തെ സ്റ്റേക്കും ചിപ്സ് ഈ ലോക്കൽ കടകളൊക്കെ ചിലപ്പോൾ സൂപ്പർ ആവണം പതിവ്. നമുക്ക് അപ്പൊ എങ്ങനെയാന്ന് നമ്മുടെ ഇന്ത്യൻ ഫ്ലാഗ് ഒക്കെ ഉണ്ട്. ഇങ്ങനെ കുറെ അധികം ഫ്ലാഗ് ഇട്ടിട്ടുണ്ട്. പിന്നെ വേറെ ഞങ്ങള് കൗണ്ടറിൽ ഞങ്ങളുടെ ബില്ലടിച്ച പുള്ളിയുടെ കൂടെ താമസിക്കുന്ന 2 പേരും മലയാളികളാണ്. പുള്ളിയുടെ ചോദിക്കും. പുള്ളി വർത്താനം പറയാം. കിവി വർത്താനം പറഞ്ഞ് അപ്പൊ എവിടുന്ന ചോദിച്ചു. ഞാൻ പറഞ്ഞു ന്യൂക്ലിയമെന്ന് പറഞ്ഞു. അപ്പൊ 2 പേരും ആഴ്ചയിലിപ്പം ഇന്ത്യന്ന് പറഞ്ഞു. അപ്പൊ ഇന്ത്യ എവിടുന്ന ചോദിച്ചു. നമ്മൾ കേരളത്തിൽ തന്നു. അപ്പൊ പുള്ളി പറയാം എന്റെ കൂടെ താമസിക്കുന്ന 2 പേര് അതായത് കേരളത്തിലാണ്. അതായത് ഒരു പട്ടിക്കാട്ടില് എന്താ പറയാ ഒരു കിവിയോട് സംസാരിക്കുന്നത് പുള്ളിയുടെ കൂടെ 2 മലയാളികൾ താമസിക്കാം. നമ്മള് മലയാളികൾ എല്ലായിടത്തും ഉണ്ടെന്നുണ്ടെങ്കിൽ ലോകത്തിന്റെ ഏത് കോണിലും ഉണ്ട് നമ്മള് മലയാളികൾ. ഒന്നും പറയാം. ഞങ്ങൾ വെയിറ്റിംഗ് ഫോർ ഫുഡാണ്. ഓക്കെ ഇതല്ലേ Start this second half. Crucial that they score first. Well, that decision to go to the corner now fully justified. Nice, that's a wonderful all proceedings. To the end. അപ്പോൾ നമ്മൾ ഇന്നത്തെ അക്കോമഡേഷൻ്റെ അടുത്ത് എത്തിയിരിക്കുകയാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ 90 മൈൽസ് ബീച്ചിൻ്റെ തൊട്ടടുത്തുള്ള സ്ഥലമാണ്. നമ്മൾ രാത്രി വന്നേക്കണം. പക്ഷെ അതുകൊണ്ട് നമുക്ക് നാളെ രാവിലെ പോയി ബീച്ച് കാണാം. പക്ഷേ നമുക്ക് വീട് എങ്ങനെയുണ്ടെന്ന് നോക്കാം കേട്ടോ. എങ്ങനെയുണ്ട്? കൊള്ളാല്ലേ? അതിന് തന്നെ ഒരു ഡെസ്ക് ഉണ്ട്, 2 ചെയർ. അത് നോക്കിയേ, ഈ കൗച്ച് നല്ല ഭംഗിയുണ്ടല്ലേ. നോക്കി കൈ അത് വെറൈറ്റി ആയിട്ടുണ്ട്, സൂപ്പറായിട്ടുണ്ട്. കൈ ഇങ്ങനെ പിടിച്ചേക്കുന്നത്. ഒരു ഫ്രഷ് ഫ്ലവർ ഒക്കെ വെച്ചിട്ടുണ്ട് നമുക്ക് വേണ്ടി. വൈൻ ഗ്ലാസ്സിൽ ഫ്രഷ് ഫ്ലവർ. പിന്നെ നമുക്ക് ഒരു വലിയ ബെഡുണ്ട്. അത് കൂടാണ്ട് 2 സിംഗിൾ ബെഡും കൂടെ ഉണ്ട്. അത് അടുപ്പിച്ചിട്ട് നമുക്ക് എല്ലാവർക്കും കൂടെ ഒരുമിച്ച് നിരന്ന് കിടക്കേണ്ടി വരും തോന്നുന്നു. ഇന്ന് ഒരു ബെഡ്റൂമേ ഉള്ളൂ. അല്ല, ഇതാണ് എല്ലാം കൂടെ, ലോഞ്ചും ബെഡ്റൂമും കിച്ചണും എല്ലാം കൂടെ ഒരുമിച്ചാ. പിന്നെന്താ, കൗച്ചുണ്ട്, അത്യാവശ്യം നല്ല കംഫി കൗച്ചുണ്ട്. TV ഉണ്ട്.
അത്യാവശ്യം വേണ്ട സാധനങ്ങളൊക്കെ. ഇതും ഞങ്ങൾ എയർബിഎൻബി തന്നെ ബുക്ക് ചെയ്തിട്ടുള്ള വീടാണ്. അതുകൊണ്ട് വലിയ എക്സ്പെൻസീവ് ഒന്നുമില്ല. ഞങ്ങൾ എപ്പോഴും ഇപ്പോൾ ന്യൂസിലൻഡ് വന്നേ പിന്നെ അക്കോമഡേഷൻ ബുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ എയർബിഎൻബി വഴിയാണ്. അല്ലാണ്ട് നമ്മൾ ഹോട്ടൽ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഭയങ്കര എക്സ്പെൻസീവ് ആണ്. എനിക്ക് തോന്നുന്നു നാട്ടിൽ കുറച്ചുകൂടെ ഹോട്ടലാണെന്ന് തോന്നുന്നു കുറച്ചുകൂടെ ചീപ്പ്. ഞങ്ങൾ ആദ്യത്തെ വീഡിയോ ഇട്ടപ്പോൾ എല്ലാവരും പറഞ്ഞായിരുന്നു ഇന്ത്യയിൽ എയർബിഎൻബി എക്സ്പെൻസീവ് ആണെന്നൊക്കെ. പക്ഷെ ഇവിടെ നേരെ തിരിച്ചാണ്. ഹോട്ടലിൽ ബുക്ക് ചെയ്യണതിനേക്കാളും ഭയങ്കര ലാഭമാണ് എയർബിഎൻബി വഴി ബുക്ക് ചെയ്യാൻ. പിന്നെ നമുക്കിനി എന്താ ഉണ്ടെന്ന് നോക്കാം കേട്ടോ. ഇതെന്താണോ എന്തോ, ഇതെന്താ തുറക്കാത്ത? ഇതിന് അപ്പുറത്ത് ആണോ? ഞാൻ നോക്കണോ? അല്ല, അപ്പുറത്തെ വീട്ടിലേക്കുള്ളതല്ല, നമ്മുടെ തന്നെയാ. അല്ല, അത് മനസ്സിലാവുന്നില്ല. ഇത് അപ്പുറത്തെ വീട്ടിലേക്കായിരിക്കും. എനിക്ക് ഇനി ആവശ്യമില്ലാണ്ടൊന്നും നോക്കണ്ട. നമുക്ക് ബാത്റൂം അവിടെ നോക്കാം. ഇതാണ് ബാത്റൂം. എവിടെ അതിൻ്റെ ലൈറ്റ് സ്വിച്ച്? ബാത്റൂം കണ്ണാടി ഉണ്ട് കേട്ടോ. ഇത് നമ്മുടെ ഷവർ ഏരിയ. അത്യാവശ്യം നമുക്ക് വേണ്ട സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ നമ്മള് ഇവിടെ സ്റ്റേ എടുത്ത് നിൽക്കണം. ഇവിടെയാണ് ഞങ്ങൾ സ്റ്റേ ചെയ്തത്, ആനിമൽ ബീച്ചിന്റെ അടുത്ത്. രാവിലെ ഞങ്ങൾ എണീറ്റ് കുറിച്ച് റെഡിയായി. ഇതായിരുന്നു നമ്മുടെ ഇന്നലെ രാത്രി ഞങ്ങൾ കാണിച്ച ആ വീട്. ഇവിടാണ് നമ്മള് ഇതിന്റെ ഓണേഴ്സ് ഇവിടെ തന്നെ താമസിക്കുന്നുണ്ട്. മുകളിലാന്ന് തോന്നുന്നു. അവരെ കണ്ടില്ല. ചിലപ്പോ പോകുന്നതിന് മുന്നേ കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. So she's Lisa. She's the one got us the cake. Happy birthday! Thank you. Yeah, that was a really great surprise, and Yeah, wonderful. And the stay there is fantastic. Yeah. Oh, she arranged the cakes as well as the candles too. I didn't mention about the candle, but she got us the candle. I was planning to buy by myself, but definitely he would know that. Yeah. Great. Thank you. Awesome people. And the stay, it was really nice stay and good tidy house and Right on the spot also, like right near the beach. അപ്പൊ ഇനി ആരെങ്കിലും ഇവിടെ 90 മൈൽസ് ബീച്ചിന്റെ അടുത്ത് വരാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഇവിടെ വരിക. ഞങ്ങള് അഡ്രസ് ഒക്കെ താഴെ കമന്റ് ചെയ്യുന്നതായിരിക്കും. സോ ഷീസ് എ ഗുഡ് ഹോസ്റ്റ്. സോ ഡെഫിനറ്റ്ലി ഇവിടെ വരണം. അതല്ല, ബീച്ച് വളരെ അടുത്താണ്. നമുക്ക് ബീച്ചിന്റെ സൗണ്ട് കേൾക്കാം, കടലിൽ അടിക്കുന്ന സൗണ്ട് കേൾക്കാം. ഞാൻ രാവിലെ അവിടെ പോയി നോക്കിയത്. പക്ഷെ അവിടെ ഇങ്ങനെ സ്ലോപ്പാ, താഴോട്ട് ഇറങ്ങണം നമ്മള്. അപ്പൊ നമുക്കിപ്പോ ഡ്രൈവ് ചെയ്തിട്ട് എവിടെയാണ് അപ്പുറ സൈഡ് എവിടെയെങ്കിലും ഇറങ്ങാനുള്ള സ്ഥലം ഉണ്ടാവും. എന്തായാലും പെർഫെക്റ്റ് ലൊക്കേഷനാണ് കിട്ടിയേക്കുന്നത്. 90 മൈൽസ് ബീച്ചിന്റെ നടുക്ക് ഭാഗത്തായിട്ട്, നടുഭാഗത്ത് തൊട്ടടുത്ത് ബീച്ചിനോട്. അപ്പോൾ നമുക്ക് 90 മൈൽ ബീച്ച് കാണാം ഇനി. അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ യാത്രയിലെ കാഴ്ചകൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, കൂട്ടുകാരുമായി ഷെയർ ചെയ്യുക. അപ്പോൾ 90 മൈൽസ് ബീച്ചിൻ്റെയും സാൻഡ് ഡ്യൂൺസിൻ്റെയും കിടിലൻ വിശേഷങ്ങളുമായി നമ്മുടെ പ്രിയങ്ക ട്രിപ്പിൻ്റെ ഗ്രാൻഡ് ഫിനാലെ എപ്പിസോഡ് ഉടനെ വരുന്നതായിരിക്കും. ഞങ്ങൾ ആ വീഡിയോ ഇടുമ്പോൾ ഫോണിൽ നോട്ടിഫിക്കേഷൻ ലഭിക്കാനായി ഈ വീഡിയോയുടെ താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടണും അമർത്തുക. So this is Shyam and Donna signing out from Shyam and Donna Travel and Food Videos. Stay tuned. Bye. Dufai.